നമസ്കാരം, എൻ്റെ പേര് ദിവ്യ. കായംകുളം എം.എസ്.എം. കോളേജിലെ കെമിസ്ട്രി വിഭാഗം അധ്യാപികയാണ്. ഞാൻ ഇന്നിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് BSc S6 വിദ്യാർത്ഥികളുടെ ഫിസിക്കൽ കെമിസ്ട്രി 2 എന്ന ഭാഗത്തെ ക്വാണ്ടം മെക്കാനിക്സ് എന്ന പോർഷനാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിൽ തന്നെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, കോംപ്റ്റൺ ഇഫക്റ്റ്, Planck's quantum theory and Heisenberg's uncertainty principle. ഇത്രയുമാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ള ടോപ്പിക്കിലേക്ക് നമുക്ക് പതുക്കെ കിടക്കാം. ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് പല കെമിക്കൽ പ്രോപ്പർട്ടീസും എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് 17th സെഞ്ച്വറി തൊട്ട് 19th സെഞ്ച്വറി ബിഗിനിങ് വരെ നമുക്ക് മെയിൻ കൺസേൺ ആയിട്ടുള്ള, നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നു ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. അത് കൊണ്ടുവന്ന സർ ഐസക് ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷൻ എന്നൊക്കെ ഈ ഒരു കൺസെപ്റ്റിനെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ്, നമ്മുടെ കണ്ണിന് കാണുന്ന ഒരുപാട് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. ബട്ട് കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം 19th സെഞ്ച്വറി ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ആറ്റംസിനെ, മോളിക്യൂൾസിനെയൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു തുടങ്ങി. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ പല പ്രോപ്പർട്ടീസും, ആറ്റത്തിൻ്റെ, മോളിക്യൂൾസിൻ്റെയൊക്കെ പല പ്രോപ്പർട്ടീസും നമുക്ക് ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് കൊണ്ട് ഇഫക്റ്റീവായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ എൻഡ് ഓഫ് 19th സെഞ്ച്വറി മുതലാണ് ശരിക്കും ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോയത് 19th സെഞ്ച്വറിയുടെ അവസാന കാലഘട്ടത്തിലാണ്. നമുക്ക് നല്ല ഓരോ എക്സ്പ്ലനേഷൻസും പ്രൂഫുകളും എല്ലാം ലഭിച്ചു തുടങ്ങിയത് നമ്മൾ 19th സെഞ്ച്വറിക്ക് ശേഷമാണ്. And this quantum theory is central to almost every explanation in chemistry. നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രോപ്പർട്ടീസും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും, സ്പെക്ട്രൽ പ്രോപ്പർട്ടീസ് ഒക്കെ പ്രത്യേകിച്ചും. ഓക്കെ, then it is used to understand atomic and molecular structure, chemical bonds and most of the properties of matter. ഇപ്പം നമ്മൾ നാനോ പാർട്ടിക്കിൾസിൻ്റെ ഒക്കെ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ, നാനോ മെറ്റീരിയൽസിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ബൾക്ക് മെറ്റീരിയലിനെക്കാട്ടിലും വളരെയധികം വ്യത്യാസമായിട്ടുള്ള പ്രോപ്പർട്ടീസാണ് അത് നാനോ സൈസിലേക്ക് വരുന്നത്. അവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് മെയിനായിട്ടും അതിൻ്റെ ക്വാണ്ടൈസേഷൻ എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. ക്വാണ്ടൈസേഷൻ എന്നുള്ളതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എനർജി ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഓൺലി ഇൻ ഡിസ്ക്രീറ്റ് എമൗണ്ട്സ് ആൻഡ് ദാറ്റ് ദ ക്ലാസിക്കൽ കൺസെപ്റ്റ് ഓഫ് പാർട്ടിക്കിൾ ആൻഡ് വേവ് ബ്ലെൻഡ് ടുഗദർ. അപ്പോൾ ഈ ഒരു ഡിസ്ക്രീറ്റ് എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ എന്തിൻ്റെയൊക്കെ ഒരു ആകത്തുക എടുക്കുന്നത്, പാർട്ടിക്കിൾ നേച്ചറും എടുക്കുന്നുണ്ട്, വേവ് നേച്ചറും രണ്ടും കൂടെ ചേർന്നിട്ടാണ്. ഡി ബ്രോഗ്ലി റിലേഷൻഷിപ്പ് ഒക്കെ അതിനാണ്. ദാറ്റ് ഈസ് ലാംഡ വേവ് നേച്ചർ കാണിക്കുന്നു, h/p എന്ന് പറയുന്നത് പാർട്ടിക്കിൾ നേച്ചറും കൂടെ കാണിക്കുന്നു. ആ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഈ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ റിസൾട്ടായിട്ട് വരുന്നതാണ്. ദെൻ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് ബ്ലാക്ക് ബോഡി റേഡിയേഷനും അവരുടെ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, അതിൽ നിന്ന് ക്വാണ്ടൈസേഷൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വി ഓൾസോ ഡിസ്കസ് അബൌട്ട് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആൻഡ് കോംപ്റ്റൺ ഇഫക്റ്റ് that represents the particle characteristic of electromagnetic radiations. Okay, then അതിനുശേഷം നമ്മൾ നമ്മുടെ പാർട്ടിക്കിളിൻ്റെ വേവ് നേച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്, ഡി ബ്രോഗ്ലി റിലേഷൻഷിപ്പ് കൊണ്ടുവരുന്നുണ്ട്, ദെൻ ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. Okay, let's begin with the black body radiation. എന്താണ് ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ? A black body is a body that emits and absorbs electromagnetic radiations without favoring any wavelength. ഏതൊരു ബോഡീസിനും ഏതൊരു മെറ്റീരിയൽസിനും ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഒന്നുകിൽ അത് സർട്ടൻ എമൗണ്ട് ഓഫ് എനർജി അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ സർട്ടൻ എമൗണ്ട് ഓഫ് എനർജി അതിനെ റേഡിയേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലാക്ക് ബോഡിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്
ഏത് വേവ് ലെങ്ത്തിലും ആയിക്കോട്ടെ അതിനെ അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ എമിറ്റ് ചെയ്യുകയോ ചെയ്യാനായിട്ടുള്ള capacity ഉണ്ട്. Black body is a body that emits and absorbs electromagnetic radiations without favoring any wavelength. അതിന് പ്രത്യേകതയൊന്നുമില്ല. അവൻ എല്ലാ ടൈപ്പിലുള്ള റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് വെച്ചിട്ട് ഈ ബ്ലാക്ക് ബോഡിയെ നമ്മൾ പതുക്കെ ഹീറ്റ് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന മറ്റൊരു കാര്യമാണ്, നമ്മൾ ഈ നമ്മൾ എന്തെങ്കിലും ഒരു പദാർത്ഥം ചൂടാക്കുകയാണെങ്കിൽ, ഓക്കെ, ഒരു മെറ്റൽ ബാർ എടുത്ത് നമ്മൾ ആദ്യം ഒന്ന് ചൂടാക്കാൻ വെക്കുകയെന്ന് വെച്ചോ, ഒരു ബർണറിനകത്ത് കൊണ്ടുവന്ന് വെച്ചു. ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് അത് കത്തി അത് ചൂടായി വന്ന് അത് പതുക്കെ അതിൻ്റെ നിറം എന്താ റെഡ് ഹോട്ട് ആയി മാറും. ഈ റെഡ് ഹോട്ട് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അത് അങ്ങനെ വെച്ചിരിക്കുകയാണ്, നമ്മൾ ആ ടെമ്പറേച്ചർ പതുക്കെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ, ഇത് പതുക്കെ ഈ റെഡ് കളർ പതുക്കെ അത് ചേഞ്ച് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ എന്ത് കളറിലോട്ട് വരുമെന്നറിയോ, ബ്ലൂ കളറിലേക്ക് വരും. അപ്പോൾ എന്താ, ആ ബ്ലൂ കളർ റേഡിയേഷൻസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന എനർജീസ് വ്യത്യാസമായി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ സയൻറ്റിസ്റ്റുകൾ എന്ത് ചെയ്തു, ഒരു ബ്ലാക്ക് ബോഡി എടുത്തു. ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത് എന്താണ്, ഒരു ചെറിയൊരു ഒരു എംപ്റ്റി കണ്ടെയ്നറിനകത്തുള്ള ഒരു ചെറിയ ഒരു ഹോള്, ഒരു കുഞ്ഞു സൂക്ഷ്മമായ ഒരു ഹോൾ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യും, ഒരു ബ്ലാക്ക് ബോഡി ആയിട്ട് കൺസിഡർ ചെയ്യും. ഒരു എംപ്റ്റി കണ്ടെയ്നർ, അതിനകത്ത് ഒരു ചെറിയ ഹോള്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ബ്ലാക്ക് ബോഡി നമ്മൾ എടുക്കുക. ബ്ലാക്ക് ബോഡിയെ നമ്മൾ പതുക്കെ ഹീറ്റ് ചെയ്യാം, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ എക്സ്പെരിമെന്റ് നടത്തിയിട്ട് അന്നത്തെ ശാസ്ത്രജ്ഞന്മാർ ഒന്ന് ശ്രദ്ധിച്ചു. എന്താണെന്ന് നോക്കിക്കേ, അവർ പതുക്കെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ, എന്നിട്ട് അവരുടെ ഇൻറ്റൻസിറ്റി, ഈ എമിറ്റ് ചെയ്ത് വരുന്ന റേഡിയേഷൻസിൻ്റെ ഇൻറ്റൻസിറ്റി അവർ മെഷർ ചെയ്തു. ഓക്കെ, അപ്പോൾ അവർ മെഷർ ചെയ്തപ്പോൾ ഓരോ ടെമ്പറേച്ചറിലുള്ള റേഡിയേഷൻസിൻ്റെ ഇൻറ്റൻസിറ്റിയും അതിൻ്റെ കറസ്പോണ്ടിങ് വേവ് ലെങ്ത്തും അവർ മെഷർ ചെയ്തു. ഓക്കെ, മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് കിട്ടിയത്. ഒരേ മെറ്റീരിയൽ തന്നെ അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സിൽ അത് ഹീറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഹീറ്റ് ചെയ്തപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടി. ഓക്കെ, അപ്പം എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? ഈ ഒരു കർവ്സ് കണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്? ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങൾ തന്നെ അനലൈസ് ചെയ്ത് നോക്കിക്കേ. ഓരോ ടെമ്പറേച്ചറിലും ഇപ്പം 3500 കെൽവിനിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, വേവ് ലെങ്ത് പതുക്കെ ഡിക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വരുന്നു. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിയതിന് ശേഷം, ഒരു പർട്ടിക്കുലർ ഇൻറ്റൻസിറ്റി എത്തിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, അത് ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ വേറൊരു ടെമ്പറേച്ചർ എടുക്കുക, 4000 കെൽവിൻ ടെമ്പറേച്ചർ കൊടുത്തു, സെയിം മെറ്റീരിയൽ തന്നെ. അത് പതുക്കെ എന്താണ്, അതിൽ നിന്ന് വരുന്ന റേഡിയേഷൻസിൻ്റെ ഇൻറ്റൻസിറ്റി നോക്കിയപ്പോഴത്തേക്കും അതിൽ കുറച്ചുകൂടെ ഇൻറ്റൻസിറ്റി കൂടിയതായിട്ട് കണ്ടു, ഇൻറ്റൻസിറ്റി പതുക്കെ ഇൻക്രീസ് ചെയ്തതായിട്ട് കണ്ടു. അങ്ങനെ ഓരോ ടെമ്പറേച്ചർ നോക്കുവാണെങ്കിലും വി ക്യാൻ സീ എ മാക്സിമം ഇൻറ്റൻസിറ്റി, അല്ലേ? അപ്പോൾ നമുക്കതിനെ ആ കണ്ടുപിടുത്തങ്ങളെ ഒന്ന് നോക്കാം. എന്താണ്, അറ്റ് ഈച്ച് ടെമ്പറേച്ചർ ദർ ഈസ് എ വേവ് ലെങ്ത്, അറ്റ് ഈച്ച് ടെമ്പറേച്ചർ ദർ ഈസ് എ വേവ് ലെങ്ത് അറ്റ് വിച്ച് ഇൻറ്റൻസിറ്റി ഓഫ് റേഡിയേഷൻ ഈസ് മാക്സിമം. അപ്പോൾ ഓരോ ടെമ്പറേച്ചറിലും ഇൻറ്റൻസിറ്റി ഓഫ് മാക്സിമം ഇൻറ്റൻസിറ്റി കാണിക്കുന്ന ഓരോ പർട്ടിക്കുലർ വേവ് ലെങ്ത് ഉണ്ട്. അതിനെ നമുക്ക് തൽക്കാലം ലാംഡ മാക്സ് എന്ന് വിളിക്കാം. ഇനി നോക്കിക്കേ, ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുന്നത്, ദ ലാംഡ മാക്സിമം വാല്യൂ ഷിഫ്റ്റ് ടു ഷോർട്ടർ വേവ് ലെങ്ത് റീജിയൻ. ഓക്കെ, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഈ ലാംഡ മാക്സിമം വാല്യൂ എന്ത് ചെയ്യാണ്, ഷോർട്ടർ വേവ് ലെങ്ത് റീജിയനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇനി മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ദ ഇന്റൻസിറ്റി ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, ഇന്റൻസിറ്റി ഓഫ് എമിറ്റഡ് റേഡിയേഷൻ ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എമിറ്റഡ് റേഡിയേഷൻസിൻ്റെ ഇന്റൻസിറ്റിയും കൂടുന്നു. അപ്പോൾ 3 പ്രോപ്പർട്ടീസ് ആണ് നമ്മൾക്കിവിടെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത്
At each temperature, there is a wavelength at which intensity of radiation is maximum. As temperature increases, lambda maximum value shift towards lower wavelength region, and as temperature increases, the intensity also increases. ഓക്കെ, അപ്പോൾ ഈ 3 പ്രോപ്പർട്ടീസ് എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ള മനസ്സിലായില്ല. അങ്ങനെ നമ്മുടെ സയൻറ്റിസ്റ്റ് വീൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് മുന്നോട്ട് വന്നു. അദ്ദേഹം ഇതെല്ലാം സ്റ്റഡി ചെയ്തു. ആൻഡ് അദ്ദേഹത്തിൻ്റെ അറിവനുസരിച്ച് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവന്നു. എന്താണ്? ലാംഡ മാക്സിമം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഓക്കെ, ലാംഡ മാക്സിമം ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ലാംഡ മാക്സിമം ലോവർ വേവ് ലെങ്ത് റീജിയനിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതിനുള്ള ഒരു റിലേഷൻഷിപ്പാണ് ലാംഡ മാക്സിമം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. പക്ഷേ ഈ ഒരു വീൻസ് ലോയുടെ ഒരു ഫോൾട്ട് എന്താ? മറ്റ് 2 പ്രോപ്പർട്ടീസും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ടാണ് സ്റ്റീഫൻ ബോൾസ്മാൻ എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റ് അവർ ചേർന്ന്, സ്റ്റീഫൻ ആൻഡ് ബോൾസ്മാൻ രണ്ടുപേരും ഒരു പുതിയ ലോ കൊണ്ടുവന്നു. According to them, intensity of emitted radiation is directly proportional to T raised to 4. Okay, intensity of emitted radiation is directly proportional to 4th power of temperature. Okay, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. എവിടെ? ഹൈ മാക്സിമം ഇൻറ്റൻസിറ്റി കാണിക്കുന്ന സമയത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ കർവിന് ഈ ഷേപ്പ് കൊടുക്കുന്നത് എന്താണെന്നുള്ളതും അവിടെയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ എല്ലാ പ്രോപ്പർട്ടീസും ഈ വീൻസ് ലോയും സ്റ്റീഫൻസ് ബോൾസ്മാൻ ലോയും കൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ദെൻ കംസ് റെയ്ലെ ആൻഡ് ജീൻസ്. ഓക്കെ, റെയ്ലെ ആൻഡ് ജീൻസ് കൊണ്ടുവന്ന ഒരു ലോ ഉണ്ട്, റെയ്ലെ ജീൻസ് ലോ. അക്കോർഡിംഗ് ടു ദം, intensity is at a particular temperature is directly proportional to T divided by lambda raised to 4. 4th power of lambda, the wavelength ആയിട്ട് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിട്ട് കിടക്കുന്നു. ഓക്കെ, ആ റെയ്ലെ ജീൻസ് ലോയും നമ്മളത് അനലൈസ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പാർട്ട് ഹയർ വേവ് ലെങ്ത് സൈഡിലുള്ളത് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ. ലോവർ വേവ് ലെങ്ത് റീജിയനിലേക്ക് വരുന്ന കാര്യം മനസ്സിലാക്കാൻ സാധിച്ചില്ല. അപ്പം വീൻസ് ലോയും സ്റ്റീഫൻ ബോൾസ്മാൻ ലോയും റെയ്ലെ ജീൻസ് ലോയും അവരവരുടെ രീതിയിൽ നമുക്ക് ചില പ്രോപ്പർട്ടീസ് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ. അപ്പോൾ അവരുടെ അന്നത്തെ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ബേസിസിലാണ് അവരിതെല്ലാം ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് ചെയ്തത്. അപ്പം അവരത് മുഴുവൻ പ്രോപ്പർട്ടിയും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള മാക്സ് പ്ലാങ്ക് വരുന്നത്. In 1900, Max Planck found that the experimentally observed intensity distribution of blackbody radiation could be explained by proposing that the energy is limited to discrete values. The energy is limited to discrete values. Okay, angane in particular Planck assumed that for an electromagnetic oscillator, ഇവിടെ നമ്മുടെ ഈ ബ്ലാക്ക് ബോഡിയുടെ നിന്ന് വരുന്ന റേഡിയേഷൻസിനെ അദ്ദേഹം എന്താണ് ഓസിലേറ്റർ എന്നാണ് പറയുന്നത്. ഇലക്ട്രോമാഗ്നറ്റിക് ഓസിലേറ്റേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓഫ് ഫ്രീക്വൻസി ന്യൂ ഫ്രീക്വൻസിയിൽ നിന്ന് വരുന്ന ഈ ഓരോ റേഡിയേഷൻസിനെയും the permitted energies are integer multiples of h nu. അദ്ദേഹം കൊണ്ടുവന്നാണ്. He proposed this equation E is equal to n into h nu. Okay, he proposed this equation, that is E is equal to energy of these radiations coming out of this black body is equal to h nu. അപ്പം എനർജി വാല്യൂ ആയിട്ടാണ് എന്താണ് ഒരു ഇൻറ്റിഗ്രൽ വാല്യൂ ആയിട്ടാണ് വരുന്നത്. ദാറ്റ് ഈസ് E is equal to h nu, and h is and n can have values 0, 1, 2, 3. In this expression, h is a fundamental constant now known as Planck's constant. Okay, these limitations of energies to these discrete values is called energy quantization. ഈ discreteness ആണ് energy quantization എന്നുള്ള പേരിൽ പിന്നീട് അറിയപ്പെട്ടത്.
ഓക്കെ, അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു n ഇൻറ്റു ന്യൂ എന്നാണ് പറഞ്ഞത്. ഇൻ്റഗ്രൽ ഇതായിട്ടാണ്, ഇൻറ്റിജർ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് വരുന്നത്. അതിന് n-ന് 0, 1, 2, 3 എന്നുള്ള വാല്യൂസ് വരുന്നുണ്ട്. അതിനാൽ അതിനിടയിലുള്ള വാല്യൂസ് വരുന്നതായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഓക്കെ, ആൻഡ് ലേറ്റർ പല ടൈപ്പിലുള്ള എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തതിന് ശേഷമാണ് ഈ h എന്ന് പറയുന്ന വാല്യൂ അദ്ദേഹം കണ്ടെത്തിയത്. h is equal to 6.626 into 10 raised to minus 34 joule seconds. ഓക്കെ, ഇനി അതിൻ്റെ ബേസിസിൽ then he derived an expression for energy spectral density which is now known as Planck distribution. They have the energy density relation അല്ലെങ്കിൽ intensity of radiation coming out of a black body. അദ്ദേഹം കൊണ്ടുവന്നു. എന്താണ്, he derived the equation as density is equal to 8 pi hc divided by lambda raised to 5 into e raised to hc by kt minus 1. Okay, this expression is known as Planck's distribution function. And ഈ expression വെച്ചിട്ട് it fits the experimental data very well but at all wavelength. ഓക്കെ, അങ്ങനെ അദ്ദേഹം എല്ലാ ടൈപ്പിലുള്ള അനാലിസിസും നടത്തി. അങ്ങനെ എച്ചിൻ്റെ വാല്യൂ 6.626 into 10 raised to minus 34 ജൂൾ സെക്കൻഡ്സ് ആണെന്നുള്ളത് കാര്യം, അതൊരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണെന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കി എടുത്തു. അപ്പോൾ ദിസ് എക്സ്പ്ലെയിൻസ് ദ ക്വാണ്ടൈസേഷൻ ഓഫ് ദിസ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. വേവ്സിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ക്വാണ്ടൈസേഷൻ എന്നുള്ള കൺസെപ്റ്റാണ് ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷനിലൂടെ പ്ലാങ്ക്സ് ഐഡന്റിഫൈ ചെയ്തത്. He introduced this equation, that is E is equal to h nu. E is equal to n into h nu, discrete energy packets. Okay. So far we considered about the Planck quantum principle. The Planck treatment of black body radiation introduced the idea that an oscillator of frequency nu can have only energies like 0, 1 h nu, 2 h nu, etc. Okay, and this quantization leads to the suggestion that the resulting electromagnetic radiations of that frequency can be thought of consisting of 0, 1, 2, etc. particles. Okay, and each particles having energy h nu. ഓക്കെ, ഇത്രയാണ് നമ്മൾ ആ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്നുള്ള ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് ഫോട്ടോ ഇലക്ട്രിക് എന്താണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറിയിലേക്ക് എത്തിയിരിക്കുന്ന അതിൻ്റെ ആ ഒരു എന്താണ് ഡെപ്ത് എന്ന് പറയുന്നത്. These particles of electromagnetic radiations are now called photons എന്നാണ് ഇപ്പോൾ അത് അറിയപ്പെടുന്നത്. ഓക്കെ, then so far we discussed about the existence of photons is only a suggestion. നമ്മൾ ഇതെല്ലാം ഈ ഒരു എക്സ്പെരിമെന്റൽ എവിഡൻസ് ആണ്. എക്സ്പെരിമെന്റൽ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്നുള്ള കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ മാക്സ് പ്ലാങ്ക് കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റാണ്. പക്ഷേ എന്താണ് അത് റിയാലിറ്റി ആണോ എന്നുള്ളതിന് എന്ത് വേണം, നമ്മൾ അതിനെ എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തെടുക്കണം. ഇത് തിയററ്റിക്കൽ സജഷൻ ആയിരുന്നു അദ്ദേഹം കൊടുത്തത്. അത് ആ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ പ്രോപ്പർട്ടീസ് അല്ല, പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ കറക്റ്റായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ ഇക്വേഷൻ കൊണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബട്ട് നമുക്ക് എന്ത് വേണം, ആ പാർട്ടിക്കിൾ ഈ റേഡിയേഷൻസിൻ്റെ പാർട്ടിക്കിൾ നേച്ചർ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന എക്സ്പെരിമെൻ്റൽ പ്രൂഫും കൂടെ വേണം. ഓക്കെ, ദീസ് എക്സ്പെരിമെൻ്റൽ എവിഡൻസസ് ഫോർ ദിസ് എക്സിസ്റ്റൻസ് comes from the measurement of the energies of electrons produced in the photoelectric effect. Okay, then what is the photoelectric effect? What is meant by photoelectric effect? Here the term in itself contains a photo part and an electric part. This photo represents photon and electric part means electron. Okay, the definition of photoelectric effect is the ejection of electrons from the metals when they are exposed to UV radiation or any other electromagnetic radiations. Okay, and the experimental characteristics of photoelectric effect
are as follows. Okay, ഇതിന് നമുക്ക് ഈ ഒരു ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത് നോക്കാം. ഫോട്ടോൺസ് വന്നു, ഒരു മെറ്റൽ സർഫസിലേക്ക് കൊളൈഡ് ചെയ്തു, and after that we can see the ejection of electrons. ഇലക്ട്രോൺസിനെ അത് ഇജക്റ്റ് ചെയ്ത് വിടുന്നതായിട്ട് കണ്ടു. ഓക്കെ, ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയതിന് ശേഷം കുറച്ച് ഒബ്സർവേഷൻസ്, നമുക്ക് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് മനസ്സിലായി. എന്താ നോക്കുക, ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് number of electrons are ejected are regardless of the intensity of radiation unless its frequency exceeds a threshold value characteristic of the metal. Okay, എന്താണ് number അല്ല, no electrons are ejected regardless of the intensity of the radiation unless its frequency exceeds a threshold value characteristic of the metal. അതായത് ഓരോ മെറ്റൽസിനും ഓരോ ക്യാരക്ടറിസ്റ്റിക് ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉണ്ടെന്നുള്ളതാണ് ആദ്യം മനസ്സിലായ കാര്യം. ഒന്നാമത്തെ കാര്യം എന്താണ്, ഓരോ മെറ്റൽസിനും, അതായത് ഗോൾഡ് ആണെങ്കിലും ഒരു സിൽവർ പ്ലേറ്റ് എടുത്താലും അതുപോലെ തന്നെ ഒരു കോപ്പർ പ്ലേറ്റ് എടുത്താലും ഓരോ മെറ്റൽസിനും ക്യാരക്ടറിസ്റ്റിക് ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉണ്ട്. ആ ഒരു ഫ്രീക്വൻസിയിലല്ലാതെ, ആ ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസി കൊടുക്കാതെ, ആ ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസിയെക്കാട്ടിലും കൂടിയ എനർജി റേഡിയേഷൻസ് വന്ന് വീണാലേ എന്ത് സംഭവിക്കുള്ളൂ എന്നാ കണ്ടെത്തിയത്, ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്യുകയുള്ളൂ. അല്ലാതെ എത്ര ഇൻറ്റൻസിറ്റിയിൽ വന്ന് വീണാലും നോ ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ്. അപ്പോൾ എന്താണ് ഇൻറ്റൻസിറ്റിയും എനർജിയും തമ്മിലുള്ള ആ വ്യത്യാസം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് per number of photons inciding on a particular area. യൂണിറ്റ് ഏരിയയിൽ വന്ന് വീഴുന്ന ഫോട്ടോൺസിന്റെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത്, ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇന്റൻസിറ്റി കൂടുതലെന്ന് പറഞ്ഞാൽ എന്താ, നമ്പർ ഓഫ് ഫോട്ടോൺസ് കൂടുതലാണെന്നേ ഉള്ളൂ. പക്ഷെ എന്താകണമെന്നില്ല, അതിന്റെ എനർജി കൂടുതലാകണമെന്നില്ല. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എപ്പോഴും മനസ്സിലാക്കിക്കണം. ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഡിനോട്ട്സ് എ നമ്പർ ആൻഡ് എനർജി ഈസ് അനദർ ടേം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, നോ ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് റിഗാർഡ്ലെസ് ഓഫ് ദ ഇന്റൻസിറ്റി ഓഫ് ദ റേഡിയേഷൻ. ഓക്കെ, എത്ര ഇന്റൻസിറ്റി ഉണ്ടെങ്കിലും എന്തോ വേണം, ത്രെഷോൾഡ് വാല്യൂവിൽ, ത്രെഷോൾഡ് ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻസ് അല്ല വന്ന് വീഴുന്നതെങ്കിൽ ഒരു ഇലക്ട്രോൺസും ഇജക്റ്റ് ചെയ്ത് പോവുകയില്ല. അപ്പോൾ ഓരോ മെറ്റലിനും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉണ്ട്. ഇനി രണ്ടാമത്തെ കണ്ടെത്തൽ എന്ന് പറയുന്നത്, ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഇജക്റ്റഡ് ഇലക്ട്രോൺസ് ഇൻക്രീസസ് ലീനിയർലി with the frequency of the incident radiation but is independent of the intensity of radiation. അപ്പോൾ അവിടെയും വരുന്ന നോക്കിക്കേ, ദ കൈനറ്റിക് എനർജി, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഫോട്ടോൺസ് വന്ന് നമ്മുടെ മെറ്റൽ ഇതിൽ വീണു, അത് ത്രെഷോൾഡ് ഫ്രീക്വൻസിയെക്കാട്ടിലും കൂടുതൽ എനർജി ഉള്ള ഫോട്ടോൺസ് ആണ് വന്നത്, ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ചെയ്തു. ഇനി ഈ ഇജക്റ്റഡ് ഇലക്ട്രോൺസ് എന്ത് കാണിക്കുന്നുണ്ട്, ദേ പോസസ് എ കൈനറ്റിക് എനർജി. Okay, and this kinetic energy of these ejected electrons increases linearly with the frequency of the incident radiation, but it is independent of the intensity of radiation. അപ്പോൾ അവിടെ എന്താണ്, ആ kinetic energy of incident radiation is dependent on the energy of the incident radiation and not on the intensity of the incident radiation. അപ്പോൾ അവിടെയും intensity എന്താണ്, എനർജി വാല്യൂവിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, ആൻഡ് ദ തേർഡ് ക്യാരക്ടറിസ്റ്റിക് ഈസ് ദാറ്റ് ഈവൻ അറ്റ് ലോ radiation intensities electrons are ejected immediately if the frequency is above the threshold value. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതിന് ഏകദേശം അടുത്ത് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത് മനസ്സിലായത്, നമ്മൾ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അനലൈസ് ചെയ്ത് പല മെറ്റൽസ് എടുത്തു, പല ഫോട്ടോൺസ് ഉപയോഗിച്ച് ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആണ്. ഓക്കെ, ആൻഡ് ഓൺ ദീസ് ബേസിസ് we arrived at an equation. Okay, അപ്പം അതിനകത്ത് പറയുന്നത്
These observations strongly suggest that in the photoelectric effect, a particle projectile collides with the metal. അപ്പോൾ ഈ ഒരു ഇഫക്റ്റ് കാണിക്കണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം? നമ്മൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്സും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? പാർട്ടിക്കിൾസിന്റെ സ്വഭാവമാണ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എ പാർട്ടിക്കിൾ പ്രൊജക്റ്റൈൽ ആയിരിക്കണം എന്തുമായിട്ട് കൊളൈഡ് ചെയ്യുന്ന ഈ മെറ്റൽ സർഫസുമായിട്ട് കൊളൈഡ് ചെയ്യുന്നത്. ഓക്കെ, these observations strongly suggest that in the photoelectric effect, a particle projectile collides with the metal, and if the kinetic energy of the projectile is high enough, an electron is ejected. Okay, ഇവിടെ നല്ല എനർജറ്റിക് ഹൈ എനർജിയിലുള്ള ഒരു പാർട്ടിക്കിൾ പ്രൊജക്റ്റൈൽ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. If the photon of energy h nu, energy photonന്റെ എനർജി h nu ആണെന്നിരിക്കട്ടെ, okay, then the kinetic energy of the ejected electron is ek. Okay, ek represents kinetic energy of the ejected electron. Then and the energy needed to remove an electron from the metal, which is called its work function or phi. Then the conservation of energy implies that h nu is equal to ek plus phi, or ek is equal to h nu minus phi. എന്ന് പറഞ്ഞാൽ എന്താണ്? h nu എന്ന് പറയുമ്പോൾ ek എന്ന് പറയുന്ന കൈനറ്റിക് എനർജി, h nu എന്ന് പറയുന്ന ഫോട്ടോൺ വന്ന് നമ്മുടെ മെറ്റൽ സർഫസിൽ വന്ന് കൊളൈഡ് ചെയ്യുമ്പോൾ എന്താണ്, ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് എനർജി ഈസ് റിക്വയർഡ് ഫോർ ത്രെഷോൾഡ് എനർജിയാണ് ഈ ഫൈ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്? ടു ഇജക്ട് ഈ ഒരു മെറ്റലിന്റെ ആറ്റംസും ഇലക്ട്രോണും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ഉണ്ടല്ലോ, അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു എനർജി ഉപയോഗിക്കുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എന്താണ്, ഇലക്ട്രോൺസ് ബാക്കിയുള്ള എനർജി കൊണ്ട് എന്ത് ചെയ്യുന്നു? കൈനറ്റിക് എനർജി ആയിട്ട് അത് ഉപയോഗിക്കുന്നു. അപ്പോൾ എച്ച് നു എനർജി എന്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ചു? ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് എ കൈനറ്റിക് എനർജി, യൂസ്ഡ് ആസ് ദ കൈനറ്റിക് ഓഫ് എനർജി ഓഫ് ദ ഇജക്റ്റഡ് പാർട്ടിക്കിൾ, ആൻഡ് ആസ് ദ എന്താണ് വർക്ക് ഫംഗ്ഷൻ, or ek is equal to kinetic energy of the ejected electron is equal to energy of the incoming radiation minus the work function. Okay, ഇതിൽ നിന്ന് this model explains the three experimental observations. ഈ മൂന്ന് ഒബ്സർവേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിച്ചു. That means photo ejection cannot occur if h nu is less than 5. അല്ലേ, h nu less than 5 ആണെങ്കിൽ ഫോട്ടോ ഇജക്ഷൻ നടക്കില്ല, because the photon brings insufficient energy. The kinetic energy of an ejected electron increases linearly with the frequency of photon. അത് നമ്മൾ പറഞ്ഞു ഈ കേസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്നുള്ള ടേം വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർ തമ്മിൽ എന്തുണ്ടെന്ന്, ഒരു ലീനിയർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. Then when a photon collides with an electron, എന്താ സംഭവിക്കുന്നത്? It gives up all its energy. ഒരു ഫോട്ടോൺ ഈ മെറ്റൽ സർഫസുമായിട്ട് ഇടിക്കുമ്പോഴത്തേക്ക് എന്താണ്? ഇറ്റ് ഗിവ്സ് അപ്പ് ഓൾ ഇറ്റ്സ് എനർജി. സോ ഇലക്ട്രോൺ ഷുഡ് അപ്പിയർ ആസ് ദ കൊളിഷൻ ബിഗിൻസ്, provided the photon has sufficient energy. അപ്പം ഓക്കെ, അപ്പം ഈ ഒരു ഒബ്സർവേഷനിൽ കൂടി നമുക്ക് എന്ത് മനസ്സിലായി? എന്ത് കൺഫേം ചെയ്തു? നമ്മുടെ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി അനുസരിച്ചുള്ള പാർട്ടിക്കിൾ നേച്ചർ ഓഫ് വേവ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ്, നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ അല്ലെങ്കിൽ കൺഫേം ചെയ്യാനായിട്ട് സാധിച്ചു. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത് പാർട്ടിക്കിൾ നേച്ചർ ഓഫ് റേഡിയേഷൻസ് അല്ലേ. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്തു, പാർട്ടിക്കിൾ നേച്ചർ സജസ്റ്റ് ചെയ്തു, ഫോട്ടോൺ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നു. അതിനുശേഷം അതിനെ പ്രൂവ് ചെയ്യുന്ന രീതിയിൽ എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളുടെ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്നുള്ള പ്രഭാവം മനസ്സിലാക്കി. നമ്മൾ അത് അതിന് ആ ഒരു 1920s ആ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന്റെ ഒക്കെ കണ്ടുപിടുത്തങ്ങളൊക്കെ നടക്കുന്നത്. അതിനുശേഷവും എന്താണ് ആ കണ്ടുപിടുത്തവും അവിടെ ഒരു നമ്മുടെ സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ അതൊരു ആർഗ്യൂ ചെയ്യുന്ന ഒരു വിഷയമായിരുന്നു, ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. കാരണം അതുവരെ എക്സിസ്റ്റിംഗ് ആയിരുന്നിരുന്ന
ക്ലാസിക്കൽ മെക്കാനിക്സിനെ മാറ്റിയിട്ടാണ് അവിടെ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ശാഖ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നത്, ക്വാണ്ടം എന്നുള്ള കൺസെപ്റ്റിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പാർട്ടിക്കിൾ നേച്ചർ ഓഫ് വേവ് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ആർതർ കോംപ്റ്റൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ 1922 സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്സ് നടത്തി. അപ്പോൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്സ് നടത്തിയപ്പോൾ ആണ് പിന്നെ കോംപ്റ്റൺ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അദ്ദേഹം മനസ്സിലാക്കിയത്. അത് 1927 അദ്ദേഹത്തിന് അതിന് നോബൽ പ്രൈസ് ലഭിക്കുകയും ചെയ്തു. ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടി. ഓക്കെ, ഈ കോംപ്റ്റൺ സ്കാറ്ററിംഗിൽ അദ്ദേഹം ചെയ്തതെന്ന് പറയുന്നത് മോണോക്രോമാറ്റിക് എക്സ്റേസ് ആർ അലൗഡ് ടു ഫാൾ ഓൺ കാർബൺ. സോഫ്റ്റ് മെറ്റീരിയൽ ആയ കാർബണിലേക്ക് മോണോക്രോമാറ്റിക് എക്സ്റേസ് വന്ന് ഇറേഡിയേറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ഹി അനലൈസ് ദ സ്കാറ്റേർഡ് എക്സ്റേസ്. ഓക്കെ, നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനകത്ത് ഫോട്ടോൺസ് വന്നു മെറ്റൽ സർഫസിലേക്ക് ഇടിച്ചിട്ട് ഇജക്റ്റഡ് ഇലക്ട്രോൺസിനെ കുറിച്ചാണ് നമ്മൾ അവിടെ സ്റ്റഡി ചെയ്തത്. പക്ഷെ ആർതർ സ്റ്റഡി ചെയ്യുന്ന എക്സ്റേസ് വെച്ചിട്ടാണ്. ആൻഡ് he allowed X-rays to fall on carbon. Then he analyzed the scattered X-rays. He analyzed the scattered X-rays. Okay, and he found that these scattered X-rays have wavelength greater than or larger than the incident rays. And this scattering is since this scattering is caused by electrons, it is evident that some interaction between X-rays and electrons has taken place. അപ്പോൾ ഇങ്ങനെ വരണമെങ്കിൽ ഇപ്പോൾ ഇജക്ഷൻ ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്ത് മാറ്റുകയും ഇജക്ട് ചെയ്ത് പോവുകയും ചെയ്തു. ഒരു ഫൈ എന്ന് പറയുന്ന ഒരു ആംഗിളിലാണ് ഇജക്റ്റഡ് ഇലക്ട്രോൺസ് പോയത്. തീറ്റ എന്നുള്ള ആംഗിളിലേക്ക് സ്കാറ്റേർഡ് റേസും വന്നു. ഓക്കെ, സ്കാറ്റേർഡ് എക്സ്റേസ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം എന്നുള്ള അതിൻ്റെ ആ ഒരു ചിന്തയിലേക്ക് പോയപ്പോഴാണ് ബിക്കോസ് എന്താണ് സിൻസ് സ്കാറ്ററിംഗ് കോസ്ഡ് ബൈ ഇലക്ട്രോൺസ് ഇറ്റ് ഈസ് എവിഡൻറ്റ് ദാറ്റ് സം ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ എക്സ്റേസ് ആൻഡ് ഇലക്ട്രോൺസ്. ഈ ഇലക്ട്രോൺ ഇജക്റ്റഡ് ആയിട്ട് പോയ ഇലക്ട്രോൺസും എക്സ്റേസും തമ്മിൽ എന്തോ ഒരു ഇൻറ്ററാക്ഷൻ നടന്നിട്ടാണ് എന്ത് സംഭവിച്ചത്, ഈ സ്കാറ്ററിംഗ് എന്ന് പറയുന്ന ഫിനോമിനൻ അവിടെ നടക്കുന്നത്. ഓക്കെ, ദിസ് ഡിക്രീസ് ഇൻ എനർജി or otherwise we can say that increase in wavelength of X-rays after scattering from surface of an object is known as Compton effect, and the scattering of photons from charged particles is called Compton scattering, and the decrease in energy or increase in wavelength of X-rays after scattering from the surface of an object is known as Compton effect. Okay, then by applying law of conservation of energy and the law of conservation of momentum, and we are considering X-rays നമ്മൾ photons ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, and has an energy value of h nu. Then Compton showed that delta lambda is equal to 2h by mc into sin square theta by 2. ടെക്സ്റ്റിൽ sin square theta by 2 പകരമായിട്ട് 1 minus cos theta എന്ന് എഴുതുന്നുണ്ട്. മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ആണ്. ദാറ്റ് ഹിയർ ഇറ്റ് ഈസ് delta lambda is equal to 2h by mc into sin square theta by 2. Okay, here h indicates Planck's constant. M is the mass of the rest mass of the electron, ejected electron. C is the velocity of that X-rays. Here we are using X-rays, no? So this is the velocity of X-rays, and theta is the angle of scattered radiation. Okay, he found this Arthur Compton found this relationship, that is change in wavelength or increase in wavelength of the scattered radiation is equal to 2h by mc into sin square theta by 2. Okay, and this delta lambda is known as Compton shift. Okay, according to this equation Compton shift is independent. നോക്കി ഈ ഒരു ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്കറിയാം h is a constant value for an electron, m is also a constant, c is also a constant, and delta h is independent of the wavelength of incident radiation. അതായത് ചേഞ്ച് ഇൻ wavelength മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, and is independent of the wavelength of incident radiation. Okay, and it is also independent of the nature of the substance.
മറ്റേ നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിനകത്ത് നമ്മൾ പറഞ്ഞത് ഓരോ മെറ്റീരിയലിനും ഓരോ ത്രെഷോൾഡ് എനർജി ഉണ്ട്. പക്ഷേ ഇവിടെ നോക്കുക, ഡെൽറ്റ ലാംഡ, ദിസ് കോംപ്റ്റന്റ് ഷിഫ്റ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ നേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ തീറ്റ വാല്യൂ. ഓക്കെ, ഇനി ആ തീറ്റയുടെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ഈ സ്കാറ്റേർഡ് റേഡിയേഷൻ ഇഫ് തീറ്റ ഈസ് ഈക്വൽ ടു 0, ഓക്കെ, തീറ്റ ഈസ് ഈക്വൽ ടു 0 വരുവാണെങ്കിൽ നമ്മുടെ സൈൻ സ്ക്വയർ തീറ്റ, സൈൻ തീറ്റ എന്ന് സൈൻ 0 ആയി മാറും. ഡെൽറ്റ ലാംഡ ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് അതിനകത്ത് യാതൊരു വേവ് ലെങ്ത്തിന് യാതൊരു ചേഞ്ചസും വരുന്നില്ല. ഡെൽറ്റ ലാംഡ ഈസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് there is no wavelength shift. Okay, then when case 2 is that when theta is equal to 90, scattered x-rays 90 degree ilana povunnadengilo, then നമ്മൾ ഇവിടെ നോക്കുമ്പോൾ sin square 90/2, sin square 45 എന്നുള്ള ഇത് വരും. ആ വാല്യൂസ് ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും we will get delta lambda is equal to 2.42 pm. pm means picometers. ഈ 2.42 പൈക്കോമീറ്റേഴ്സ് എന്ന് പറയുന്നത് മറ്റൊരു പേരുണ്ട്, ദാറ്റ് ഈസ് ദ കോംപ്റ്റന്റ് വേവ് ലെങ്ത്. ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കോംപ്റ്റന്റ് വേവ് ലെങ്ത്. ആൻഡ് വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 180, എന്താ സംഭവിക്കുന്നത്? 180 ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുന്ന് ഈ തീറ്റ ഇതിങ്ങോട്ട് തിരിച്ചു വരുന്ന ഇൻസിഡന്റ് റേഡിയേഷൻ്റെ അതേ ഡയറക്ഷനിൽ തിരിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, സ്കാറ്റേർഡ് റേഡിയേഷൻ. Okay, in this case delta lambda is equal to 4.84 picometers, which is twice the Compton wavelength. Okay, these implications we got from this Compton effect. Okay, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒന്നുകൂടെ ഉറപ്പിക്കാൻ പറ്റി particle nature of this electromagnetic radiation. Already അതിൻ്റെ വേവ് നേച്ചർ നമുക്ക് ഡിഫ്രാക്ഷൻ സ്റ്റഡീസും ഇൻ്റർഫറൻസ് പാറ്റേൺസും ഒക്കെ വെച്ച് മനസ്സിലാക്കാം. അതിൻ്റെ പാർട്ടിക്കിൾ നേച്ചർ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്നുള്ള കൺസെപ്റ്റിൽ, ദാറ്റ് ഈസ് Hnu, എനർജി ക്വാണ്ടൈസ്ഡ് ആണെന്ന് ഉള്ള കൺസെപ്റ്റ് അവിടെ വന്നു. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ സ്റ്റഡി ചെയ്തപ്പോൾ നമുക്ക് എനർജീസ് ആർ ക്വാണ്ടൈസ്ഡ് എന്നുള്ള ക്വാണ്ടൈസേഷൻ എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലായി. അതിനുശേഷം നമ്മൾ അതിനെ പ്രൂവ് ചെയ്യുന്ന എക്സ്പെരിമെൻ്റൽ വെരിഫിക്കേഷൻ ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ദെൻ എന്താണ് ദിസ് കോംപ്റ്റൺ ഇഫക്റ്റ്. ഓക്കെ, നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് വേവ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ പാർട്ടിക്കിൾ നേച്ചറിനെ കൺഫേം ചെയ്യുന്നതും അതുവഴി ക്വാണ്ടൈസേഷൻ എന്നുള്ള കൺസെപ്റ്റിലുമാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ കെമിസ്ട്രിയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് റേഡിയേഷൻസ് അല്ല അവിടെ വരുന്നത്, നമുക്ക് വരുന്ന ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് ആണ്, അല്ലേ? ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ വെരി സ്മോൾ, മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള ഡയമെൻഷൻസിലുള്ള പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, അതുകൊണ്ടാണല്ലോ അവരുടെ പ്രോപ്പർട്ടീസ് ഒന്നും നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് കൊണ്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഈ ക്വാണ്ടം മെക്കാനിക്കൽ കൺസെപ്റ്റിലേക്ക് വരുന്നത് തന്നെ. ഓക്കെ, ഇനി വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ് ഇതെങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ്. എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യും പാർട്ടിക്കിൾസിൻ്റെ വേവ് നേച്ചർ? ഓക്കെ, ഈ 1925 തന്നെ ക്ലിൻറ്റൺ, ഡാവിസൺ ആൻഡ് ലെസ്റ്റർ ജെർമർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റുകൾ എന്ത് നടത്തി? സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ്സ് എല്ലാം നടത്തി, പല ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് ഒക്കെ നടത്തി യൂസിങ് ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ്. ഓക്കെ, ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ് കൊണ്ടുള്ള ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് എന്ന് വെച്ചാൽ അവർ ബൈ ലക്കാണ് അവർക്ക് കിട്ടിയത്. അവർ മറ്റു പല സ്റ്റഡീസും ചെയ്തപ്പോഴാണ് എന്ത് കിട്ടിയത്? ഈ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ. ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസ് produced a diffraction pattern. Okay, similarly during the gold foil experiment done by G.P. Thomson using a beam of electrons also showed this concept, diffraction pattern അദ്ദേഹത്തിന് കാണാനെത്തി. അപ്പോൾ ഇങ്ങനെ ഡിഫ്രാക്ഷൻ പാറ്റേൺസ് വരണമെങ്കിൽ എങ്ങനെയായിരിക്കും? നമ്മുടെ റേഡിയേഷൻസിൻ്റെ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് കൊണ്ടാണ് എന്തുണ്ടാകുന്നതെന്ന് നമുക്കറിയാം. വേവ് നേച്ചർ വഴി നമുക്ക് മനസ്സിലായിട്ടുണ്ട്, അല്ലേ? അത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് വേവ് നേച്ചർ എന്ന് പറഞ്ഞിട്ട്, അല്ലേ? അതിൻ്റെ കൺസ്ട്രക്റ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് മൂലം നമുക്ക് ഡിഫ്രാക്ഷൻ പാറ്റേൺസ് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ ഈ ഇലക്ട്രോൺ ബീമിനും സിമിലർ പാറ്റേൺസ് കിട്ടിയപ്പോൾ അവർ ഏത് കൺസെപ്റ്റിലോട്ട് എത്തിച്ചേർന്നു? ഈ വേവ്
ക്യാരക്ടർ ഓഫ് പാർട്ടിക്കിൾസിന്, ഇതുപോലുള്ള മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിനും എന്ത് നേച്ചർ ഉണ്ടെന്ന് മനസ്സിലായി? വേവ് നേച്ചർ ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ ഇതിനു മുമ്പ് തന്നെ 1924 ലൂയിസ് ഡി ബ്രോഗ്ലി അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നിരുന്നു. ഹി ഓൾറെഡി കുറച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ കുറച്ച് സ്റ്റഡീസിൽ വഴി അദ്ദേഹം കൊണ്ടുവന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. എന്താണെന്നറിയോ? നോട്ട് ഓൺലി ഫോട്ടോൺസ് അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പാർട്ടിക്കിൾ നേച്ചർ എസ്റ്റാബ്ലിഷ്, ക്വാണ്ടൈസേഷൻ എന്നുള്ള കൺസെപ്റ്റ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൽ എത്തിക്കഴിഞ്ഞു. അതിനുശേഷം അത് വെച്ച് അദ്ദേഹം നടത്തിയ എക്സ്പെരിമെന്റ്സിൽ കൂടി അദ്ദേഹം കണ്ടെത്തിയ കാര്യമാണ്, നോട്ട് ഓൺലി ഫോട്ടോൺസ്, എനി ട്രാവലിംഗ് particle with a linear momentum p, okay, which is equal to m into v. We know that p is equal to m into v. നമുക്കറിയാവുന്ന relationship should have a wavelength given by the de Broglie relation. Lambda is equal to h by p. Here this lambda represents the wavelength of this particle wave, okay, and h is the Planck's constant and p is the momentum of that particle, okay. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, മൈക്രോസ്കോപ്പിക് ബോഡീസ് എടുക്കുക. അപ്പം പി എന്ന് പറയുന്നത് എന്താണ്? എം ഇൻറ്റു വി. മൈക്രോസ്കോപ്പിക് ഓബ്ജക്ട്സ് ആയിട്ട് ഒരു മനുഷ്യനെ എടുക്കുക. ഒരു മനുഷ്യൻ ഇങ്ങനെ പോവുകയാണ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാസ് എം ആണ്. വി എന്ന് പറയുന്ന ഒരു സ്മോൾ വെലോസിറ്റിയിലാണ്. സൈസ് കൂടുമ്പോൾ വെലോസിറ്റി അത്ര കുറവായിട്ടിരിക്കും. ലൈറ്റിൻ്റെ വെലോസിറ്റിയിലല്ലോ മനുഷ്യരുടെ നടത്തമൊക്കെ. അപ്പോൾ പി എന്ന് പറയുന്ന ഒരു മൈക്രോസ്കോപ്പിക് ബോഡി സഞ്ചരിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ലാംഡ? Okay, microscopic bodies have such high momenta even when they are moving very slowly, okay, because of their mass is so great. Okay, in that case their wavelength are undetectably small. അങ്ങനെയുള്ളൊരു കേസ് വരുവാണെങ്കിൽ ലാംഡ എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും? അൺഡിറ്റക്റ്റബിളി സ്മോൾ, വളരെ ചെറിയതായിരിക്കും ലാംഡ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, the wavelength properties cannot be observed. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്തത്ര ചെറുതാണെങ്കിൽ നമുക്ക് അവർക്ക് വേവ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ലാംഡ വാല്യൂ കാണും, ഒരു വേവ് ലെങ്ത് അത് എക്സിബിറ്റ് ചെയ്യും, പക്ഷേ അത് മെഷർ ചെയ്യാൻ പറ്റുന്നതിലും വളരെ താഴെയാണെങ്കിൽ നമുക്ക് ആ വേവ് നേച്ചർ കാണിക്കത്തില്ല, നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ദിസ് അൺസർട്ടനിറ്റി undetectability is why classical mechanics can be used to explain the behavior of microscopic bodies. അപ്പോൾ ഈ വേവ് ലെങ്ത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്തത്ര ചെറുതായത് കൊണ്ടാണ് നമുക്കവിടെ ക്വാണ്ടം മെക്കാനിക്കൽ കൺസെപ്റ്റ് മൈക്രോ ബോഡീസിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവിടെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്ന എന്താണ്? ന്യൂട്ടോണിയൻ മെക്കാനിക്സ് തന്നെയാണ്, ക്ലാസിക്കൽ മെക്കാനിക്സ് തന്നെയാണ്. ഓക്കെ, and it is necessary to invoke the quantum mechanics only for microscopic bodies such as atoms and molecules in which masses are very small. Okay, അപ്പോൾ ആ ഒരു ഡിസ്റ്റിങ്ഷൻ മനസ്സിലായല്ലോ. എവിടെ വെച്ചിട്ടാണ് ക്ലാസിക്കൽ മെക്കാനിക്സും നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സും തമ്മിലൊന്നും മാറിപ്പോകുന്നതെന്ന് വെച്ചാൽ, ഈ വേവ് നേച്ചർ ഏതൊരു ബോഡീസിനും മൂവിങ് പാർട്ടിക്കിളിനും ഉണ്ടാവും. പക്ഷേ മാക്രോസ്കോപ്പിക് ബോഡീസിന് വരുമ്പോഴത്തേക്ക് എന്താണ്? അൺഡിറ്റക്റ്റബിളി സ്മോൾ വേവ് ലെങ്ത് ആണ് അത് എക്സിബിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? മെഷർ ചെയ്തെടുക്കാനോ നമുക്ക് അതിൻ്റെ വേവ് ക്യാരക്ടറിസ്റ്റിക്സ് പ്രെഡിക്റ്റ് ചെയ്യാനോ സാധിക്കില്ല. ഓക്കെ, ഇനി then there are certain distinction between matter waves and electromagnetic radiations. We know that the speed of matter waves are very less compared to electromagnetic radiation. Electromagnetic radiations in എത്രയാണ് വരുന്നത്? 3 × 10⁸ m/s ആണ് അവരുടെ സ്പീഡ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു മാക്രോസ്കോപ്പിക് അല്ലെങ്കിൽ ഒരു മാക്രോ വേവ്സിന് ഒരിക്കലും ആ സ്പീഡിൽ കിട്ടുകയില്ല. ആൻഡ് ഇറ്റ് കനോട്ട് ബി റേഡിയേറ്റഡ് ഇൻ സ്പേസ്. മാക്രോ വേവ്സ് ഒരിക്കലും എന്താണ് എം ടി സ്പേസിലൂടെ ട്രാവൽ ചെയ്യത്തില്ല. പക്ഷേ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ക്യാൻ ട്രാവൽ ത്രൂ സ്പേസ്.
Other important distinction is that the wave nature is associated with its motion. ഈ പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റിനോടൊപ്പമാണ് അല്ലെങ്കിൽ പാർട്ടിക്കിളിന്റെ മൂവ്മെന്റിനോടൊപ്പം തന്നെയാണ് എന്ത് വരുന്നത്, അതിന്റെ വേവ് ക്യാരക്ടറിസ്റ്റിക്കും വരുന്നത്. അല്ലാതെ ഒരു റേഡിയേഷൻ, ഇപ്പം നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എടുക്കുകയാണെങ്കിൽ റേഡിയേഷനിൽ എന്തുണ്ട്, അതിനകത്ത് പാർട്ടിക്കിൾ നേച്ചർ അസോസിയേറ്റ് ചെയ്ത് വരുന്നതും ഇവിടെ തിരിച്ചാണ് വരുന്നത്. അതായത് പാർട്ടിക്കിൾ നേച്ചറിനോടുകൂടി അസോസിയേറ്റ് ചെയ്ത് വേവ് നേച്ചർ വരികയാണ്. ഓക്കെ, ദെൻ ദ വേവ് ലെങ്ത് ഇൻ മാറ്റർ വേവ്സിനകത്തുള്ള വേവ് ലെങ്ത് കമ്പയർഡ് ടു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഇത് കുറവായിരിക്കും. ഓക്കെ, ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മാറ്റർ വേവ്സ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ്. Another important milestone in the development of quantum mechanics is Heisenberg's uncertainty principle. ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ടുവന്ന 1927 ജർമ്മൻ ഫിസിസ്റ്റായ വേർണർ ഹൈസൻബർഗ്, ആൻഡ് ഹി വൺ നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ് ഇൻ 1932. ഓക്കെ, ഈ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പറയുന്നത് it is impossible to determine simultaneously and precisely both the position and momentum of a tiny moving particle. That is, delta p into delta x is greater than or equal to h by 4 pi, where delta p is known as the uncertainty in momentum and delta x is the uncertainty in position. ഓക്കെ, അപ്പോൾ എന്താണ് ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് ഓരോ ടേംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് തന്നെ നമുക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു ടേമാണ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. നമുക്ക് പറ്റത്തില്ല, നമുക്ക് ഇഷ്ടമുള്ള ടേമാണത്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ സൈമൾട്ടേനിയസ്ലി ആൻഡ് പ്രിസൈസ്ലി. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ് എന്തൊക്കെ, സൈമൾട്ടേനിയസ്ലി ആൻഡ് പ്രിസൈസ്ലി, ഒരുമിച്ച് വ്യക്തതയോടുകൂടി, അല്ലേ, ഒരേ സമയം വ്യക്തതയോടുകൂടി കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്ത്, both the position and momentum of it, for both the position and momentum. എന്തൊക്കെയാ കണ്ടുപിടിക്കാൻ പറ്റാത്തത്, പൊസിഷനും മൊമെൻറ്റും. പൊസിഷനും മൊമെൻറ്റും ഒരുമിച്ച് വ്യക്തതയോടുകൂടി കണ്ടുപിടിക്കാൻ പറ്റില്ല. ആരുടെ പൊസിഷനും മൊമെൻറ്റും? ഓഫ് എ ടൈനി മൂവിങ് പാർട്ടിക്കിൾ. ഓക്കെ, ആ ടൈനി മൂവിങ് പാർട്ടിക്കിൾ എന്നുള്ള സിഗ്നിഫിക്കൻ്റ് ആണ്, ടൈനി ആയിരിക്കണം. മൈക്രോസ്കോപ്പിക് ലെവലുള്ള ബോഡീസിനാണ് ഈ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്തായിട്ട് വരുന്നത്, സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, കാരണം അവിടെ മാത്രമാണ് നമുക്ക് ലാംഡ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ. ഡി ബ്രോഗ്ലി റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ കിട്ടിയിരിക്കുന്ന ലാംഡ വാല്യൂ ഉണ്ടല്ലോ, അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്ന എവിടെ മാത്രമേ ഉള്ളൂ, മൈക്രോസ്കോപ്പിക് ബോഡീസിനാണ്. ഓക്കെ, മാക്രോസ്കോപ്പിക് ആകുമ്പോഴത്തേക്കും ഈ അൺസർട്ടനിറ്റി വാല്യൂസ് പതുക്കെ വാനിഷ് ആകാൻ തുടങ്ങും. കാരണം അതുകൊണ്ടാണ് നമ്മുടെ ലോസ് ഓഫ് മോഷൻ, ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഒക്കെ മാക്രോസ്കോപ്പിക് ബോഡീസിന് വാലിഡ് ആയിട്ട് വരുന്നത്, ഇവിടെ ഇൻവാലിഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ മാക്രോസ്കോപ്പിക് ആകുമ്പോഴത്തേക്കും ദിസ് പ്രിൻസിപ്പിൾ ബിക്കംസ് ഇൻവാലിഡ്. Okay, and this Heisenberg's uncertainty principle is significant only for microscopic bodies, moving particles. Okay, so important ആയിട്ടുള്ള നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ഇതൊക്കെയാണ്. ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ, പിന്നെ സൈമൾട്ടേനിയസ്ലി ആൻഡ് പ്രിസൈസ്ലി എന്തൊക്കെയാണ്, പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് എ ടൈനി മൂവിങ് പാർട്ടിക്കിൾ. ഓക്കെ, ഇത് ഈ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഇനി നമുക്കിത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് റിസൾട്ടാണ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമ്മളുടെ മരിച്ചുപോയ വളരെ വലിയ ശാസ്ത്രജ്ഞനായ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എന്താണെന്നറിയോ, ഈവൻ ഗോഡ് ഈസ് ബൗണ്ട് ബൈ ദ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആൻഡ് കനോട്ട് പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ എക്സാക്ട്ലി. അദ്ദേഹം പറയുകയാണ് എന്താണ്, ഗോഡ്, നമ്മുടെ ഭഗവാൻ പോലും, ഈശ്വരന്മാർ പോലും എന്താണ്, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നിൽക്കുന്നതാണ്. ആൻഡ് കനോട്ട് പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ എക്സാക്ട്ലി. ഇപ്പം നോക്കാം, നമ്മളുടെ ഇത്ര വലിയ ജ്യോതിഷന്മാരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതായത് ഇപ്പോൾ കോവിഡ് വന്ന് എത്ര നാളുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതുപോലെ ഉള്ള സിറ്റുവേഷൻസ് ഒക്കെയാണ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനകത്ത് വരുന്നത്. ഇതിൽ നിന്നാണ് നമുക്ക് അടുത്ത ലെവലിലേക്ക് നമുക്ക് പോകേണ്ടത്.
ഈ ഇദ്ദേഹം ഈ ഷ്രോഡിംഗർ ഈ ഹെയ്സൻബർഗും ബോൺ, ഹെയ്സൻബർഗ് ആൻഡ് ജോർദാൻ എന്ന് പറയുന്ന 3 സയൻറ്റിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവർ 1925 പിന്നെ അവരൊരു മെട്രിക്സ് മെക്കാനിക്സ് എന്ന് പറഞ്ഞ ഒരു സംഭവം, ഒരു തിയറി അവർ പ്രപ്പോസ് ചെയ്തു. ഈ ആറ്റത്തിൻ്റെ മോളിക്യൂൾസിൻ്റെയൊക്കെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് 1925 മെട്രിക്സ് മെക്കാനിക്സ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രം ഡെവലപ്പ് ചെയ്തു വന്നു. പക്ഷേ അതിനുശേഷം 1926 തന്നെ ഓസ്ട്രേലിയൻ ഫിസിസ്റ്റ് ആയിട്ടുള്ള എർവിൻ ഷ്രോഡിംഗർ ഫോർമുലേറ്റഡ് ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്, പഠിക്കുന്നത്. ഓക്കെ, നമ്മളുടെ ഈ സെഷൻ ഇവിടെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഈ സെഷനിൽ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്ന് ക്വാണ്ടം മെക്കാനിക്സിലേക്കുള്ള ഓരോ ചവിട്ടുപടികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 19th സെഞ്ച്വറി എൻഡ് വരെ നമ്മളിവിടെ ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആയിരുന്നു നിലനിന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം എൻഡ് ഓഫ് 19th സെഞ്ച്വറി ആൻഡ് ഏർലി 20th സെഞ്ച്വറി പതുക്കെ ഡെവലപ്മെൻറ്റ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ഡെവലപ്മെൻറ്റിലേക്ക് കടന്നു. അതായത് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസിൻ്റെ വേവ് ലൈക്ക് പ്രോപ്പർട്ടീസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാനായിട്ട് തുടങ്ങി. ഓക്കെ, 1900 ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഒരു നല്ലൊരു എക്സ്പ്ലനേഷൻ ആര് കൊണ്ടുവന്നു? മാക്സ് പ്ലാങ്ക് കൊണ്ടുവന്നു. ആൻഡ് എനർജി ക്വാണ്ടൈസേഷൻ എന്നുള്ള കൺസെപ്റ്റ് അങ്ങനെയാണ് വന്നത്. എനർജി ക്വാണ്ടൈസേഷൻ ആൻഡ് പ്ലാങ്ക്സ് ഡിസ്ട്രിബ്യൂഷൻ കർവ്സ്. He derived an equation to explain the characteristics of these black body radiations. Okay, then അതിനുശേഷം 1905 5 വർഷത്തിനുള്ളിൽ തന്നെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്നുള്ള പ്രതിഭാസം ആൽബർട്ട് ഐൻസ്റ്റീൻ അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ, ഇഫക്റ്റീവ് എക്സ്പ്ലനേഷൻ ആൽബർട്ട് ഐൻസ്റ്റീനെ കൊണ്ട് പറയാനായിട്ട് സാധിച്ചു. He explained this photoelectric effect with an equation. Okay, then 1920s ലായപ്പോഴത്തേക്കും കോംപ്റ്റൺ ഇഫക്റ്റ്, ആർതർ കോംപ്റ്റൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കോംപ്റ്റൺ ഇഫക്റ്റിന് ഇഫക്റ്റീവ് എക്സ്പ്ലനേഷൻ കൊണ്ടുവന്നു. ദെൻ in 1924 Louis de Broglie put forward this wave particle dual nature of matter. ആ ഒരു കൺസെപ്റ്റാണ് അദ്ദേഹം കൊണ്ടുവന്ന്. അതിനൊരു ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്നൊക്കെ ഉള്ള കൺസെപ്റ്റ് അദ്ദേഹം കൊണ്ടുവന്നു. And 1927 uncertainty principle put forward by Werner Heisenberg. Then matrix mechanics was formulated in 1925 by Born, Heisenberg and Jordan, and in the next year, in 1926, quantum mechanics was formulated by Erwin Schrödinger. നമ്മൾ ഇനി ഉള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. എർവിൻ ഷ്രോഡിംഗർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ക്വാണ്ടം മെക്കാനിക്കൽ കൺസെപ്റ്റ്സ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോളോയിങ് ക്ലാസ്സുകളിൽ. പക്ഷെ അതിനുശേഷം ഒരുപാട് അഡ്വാൻസസ് നടന്നിട്ടുണ്ട്. ഈ ഒരു കൺസെപ്റ്റിലെ ക്വാണ്ടം മെക്കാനിക്കൽ കൺസെപ്റ്റിൽ ഒരുപാട് അഡ്വാൻസസ് നടന്നിട്ടുണ്ട്. തന്നെയുമല്ല ഈ ഒരു വർഷം നമ്മൾ കൊടുത്തു, ഇത് മാർക്ഡ് ഇയേഴ്സ് ആണ്. ഈ വർഷങ്ങളെല്ലാം ഓരോ മാർക്ഡ് ഇയേഴ്സ്. ഇതിനെല്ലാം കറസ്പോണ്ട് നമുക്ക് ഓരോ വർഷവും നോബൽ പ്രൈസസും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഫിസിക്സിൽ നോബൽ പ്രൈസ് കിട്ടിയതാണ് ഇതിന് ഓരോ എക്സ്പ്ലനേഷനും. പക്ഷേ ഇതിന് പുറകിൽ ഒരുപാട് സയൻറ്റിസ്റ്റ്, ഇത് കണ്ടെത്തിയത് ഇവരാരും ആയിരിക്കില്ല, ഇവരുടെ മുമ്പിൽ ഒരുപാട് സയൻറ്റിസ്റ്റുകളുടെ ഈ കണ്ടെത്തലുകളുടെ പുറകിലുണ്ട്. ഓക്കെ, അത് നമ്മൾ വിസ്മരിച്ചുകൂടാ. ഓരോരുത്തരും ഒരുപാട് പേരുടെ കോൺട്രിബ്യൂഷനാണ് ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഡെവലപ്മെന്റിന് സഹായമായി വന്നത്. I'm concluding here. Thank you.